നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. തുടർച്ചയായ മൂന്നാം തവണയും ജനങ്ങൾ എൻഡിഎയിൽ വിശ്വാസം അർപ്പിച്ചത് ഭാരതത്തിന്റെ ചരിത്രത്തിലെ ചരിത്ര നേട്ടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം എക്സിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ പ്രതികരണം ഉണ്ടായത്. ഈ സ്നേഹത്തിന് ജനങ്ങളെ വണങ്ങുന്നു. ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്നതിനായി കഴിഞ്ഞ ദശകങ്ങളിൽ ചെയ്ത നല്ല പ്രവർത്തനങ്ങൾ തുടരുമെന്നും ഉറപ്പു നൽകുന്നു. കഠിനാധ്വാനം ചെയ്ത എല്ലാ പാർട്ടി പ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യുന്നു. അവരുടെ പരിശ്രമങ്ങൾക്ക് നന്ദി പറയാൻ വാക്കുകളില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് BJP ദേശീയ ആസ്ഥാനത്ത് ഉജ്ജ്വല സ്വീകരണം തന്നെ നൽകി. BJP ദേശീയ അധ്യക്ഷനായ JP നദ്ദ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ചേർന്ന് പ്രധാനമന്ത്രിയെ മാലയണിയിച്ച് സ്വീകരിച്ചു. നൂറുകണക്കിന് പ്രവർത്തകർ ജയ് ജയ് മോദിജി, ജയ് ജയ് BJP മുദ്രാവാക്യങ്ങളോടെയും പുഷ്പവൃഷ്ടിയോടുമാണ് പ്രധാനമന്ത്രിയെ വരവേറ്റത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA വീണ്ടും സർക്കാർ രൂപീകരിക്കുമെന്നും വികസനക്ഷേമ പ്രവർത്തനങ്ങൾ തുടരുമെന്നും JP നദ്ദ പറഞ്ഞു. NDAയുടെ വിജയത്തിനായി പ്രവർത്തിച്ച മുഴുവൻ പ്രവർത്തകർക്കും നന്ദി പറയുകയാണ് എന്നും നദ്ദ പറഞ്ഞു. NDA മൂന്നാം തവണയും സർക്കാർ രൂപീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇത് വികസന ഭാരതം എന്ന പ്രതിജ്ഞയുടെ വിജയമാണ്. ഭാരതത്തിന്റെ ഭരണഘടനയിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിന്റെയും 140 കോടി ഭാരതീയരുടെയും വിജയമാണിതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നിരവധി പാർട്ടി പ്രവർത്തകർ കേരളത്തിൽ ബലിദാനികളായിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ BJP അക്കൗണ്ട് തുറന്നെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്ന് നടത്തിയ മുന്നേറ്റം BJP ദേശീയ അധ്യക്ഷനായ JP നദ്ദയും പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി.